ഹായ് മകളെ, അങ്ങനെ ഒരുപാട് ദിവസത്തെ കഠിനാധ്വാനത്തിന് പിറവിൽ കുട്ടികളൊക്കെ എക്സാം ഹാളിലേക്ക് പോയിരിക്കുകയാണ്. സോ അവർ വരുന്നത് കാത്തിരിക്കുകയാണ് നമ്മള്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നടക്കാവ് ഗേൾസ് സ്കൂളിലാണ്. എഡി സർ, ഞങ്ങളും അതേപോലെ എക്സൈറ്റഡ് ആണ്. കാരണം എങ്ങനെ ഉണ്ടാവും അവരുടെ എക്സാം, കാരണം എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടാണ് അവർ എക്സാമിന് അയച്ചിട്ടുള്ളത്. സോ കുട്ടികളുടെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ പോവാണ്. സോ നേരെ നമുക്ക് കുട്ടികളുടെ അടുത്തേക്ക് പോവാം. നമ്മളന്ന് ക്ലാസ്സിൽ കണ്ടിട്ടല്ലേ? സാറ് പറഞ്ഞ പറ്റുന്നതാണ് ആ പോളിയത്തിന്റെ കഥയെപോലെ തന്നെ വന്നിട്ടുണ്ട്. കണ്ടിട്ടുള്ളൂ പോളിനോട് 10 മണിക്കൂർ ലൈവ് ഉണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി എഴുതാൻ വെച്ച് ഒരേ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രാക്ടീസ് കൊണ്ട് കോൺഫിഡൻസ് വന്നു. കണ്ട അടിപൊളി സാറ് പറഞ്ഞ അതേ കോൺസെപ്റ്റ് വെച്ചിട്ട് അതേ എല്ലാം വന്നു. സിമ്പിൾ എക്സാം പേപ്പർ കണ്ടപ്പോ സന്തോഷം എന്ന് വെച്ചാൽ ഇങ്ങനെ കൺസ്ട്രക്ഷൻസ് ഒക്കെ സിമ്പിൾ സാധനം. സാർ പറഞ്ഞ മാത്രം സാറ് 10 മണിക്കൂർ ഫുഡ് കഴിക്കാണ്ട് ഉറങ്ങാണ്ട് എടുത്തതിന്റെ എഫേർട്ട് നല്ലതായിരിക്കും. നമുക്ക് എ പ്ലസ് പ്രതീക്ഷണ്ടേ? എന്നാലും ഉഷാറാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ കാണാം. ആണോ? സന്തോഷം, അടിപൊളി. സൈലം കാണാൻ തുടങ്ങി. തീരെ വിചാരിച്ചില്ല ഇത്ര നല്ല ഇതുവരെ എങ്ങനെ സത്യമായിട്ട് പറയാം. ഞാൻ വന്നേ ഡിസ്കസ് ചെയ്തെല്ലാം വന്നിട്ട് ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്തിരുന്നോ? ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ സൈലത്തിന്റെ ക്ലാസ് ഒക്കെ അടിപൊളിയാണ്. മാനേജർ പവറിന് കുറവൊന്നുമില്ല, അവരിന് കുറവൊന്നുമില്ല. 110 പിള്ളേരോട് എന്താ പറയാനുള്ളത്? സൈലത്തിന് വിശ്വസിച്ച മാർക്ക് കിട്ടുമോ? സൈലത്തിന്റെ അടിപൊളി ക്ലാസ്സാണ് കണ്ടോ. സൈലന്റ് ട്യൂഷൻ സെന്ററിൽ അടിപൊളി. ഞങ്ങളുടെ ജൂനിയേഴ്സ് അവരോട് എന്താ പറയാനുള്ളത്? സൈലം കാണാം, ഫുൾ എ പ്ലസ് വാങ്ങാം. അടിപൊളിയാണ്. ഞങ്ങള് സൈലം ക്ലാസ് കണ്ട് മുന്നോട്ട് പോയാൽ നല്ലോണം പഠിക്കാം. സൈലത്തിന്റെ ക്ലാസ് കാണാം. പഠിക്കാൻ വിചാരിച്ചാൽ നടക്കുമോ? നിങ്ങളുണ്ടല്ലോ സൈലം. സൈലം കാണാം. സൈലം കണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും സൈലത്തിൽ കയറാം. ട്യൂഷൻ സെന്ററിലൊക്കെ പോയി പഠിക്കാം.